കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത് ഈ പരുവത്തിലാവുമെന്ന് വിചാരിച്ചില്ല ഭഗവാനെ. നല്ല രീതിയിൽ അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളുടെ അമ്മാവനെ ഭേദമാക്കിയത് ഈ സ്വാമി എന്നിട്ട് ഇത് പ്രായക്കുറവുണ്ടല്ലോ. അങ്ങേരുടെ മോനാ. പാരമ്പര്യമുണ്ട്. രണ്ട് ദൂഷല്ല പറഞ്ഞല്ലോ, ഇറിനേ ഉള്ളല്ലോ. ദൂഷ്യഫലോ? ദൂഷ്യഫലം അല്ല, തൂഷനില. ഒരു തൂഷനില കിട്ടോ? പിന്നെന്താ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വലുത് വേണോ? പറഞ്ഞിട്ടുണ്ട് ആ സൈസ്. അയാള് കൊണ്ടുവന്നോളും. അതെല്ലാം ഞാൻ ചെയ്തോളാം തിരുമേനി. സാറേ. സാറല്ല തിരുമേനി. തിരുമേനി സാറേ, ഇപ്പൊ എഴുന്നേറ്റ് ഇവിടുന്ന് പോയില്ലയോ, അയാൾക്ക് ആ ശരിക്കും പ്രേതബാധയുള്ളത്. അതെയോ? പക്ഷേ ഞങ്ങൾ അയാളോട് പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ, ഞങ്ങളുടെ രണ്ടാമത്തെ മകനാ പ്രേതബാധയുള്ളതെന്നാ അയാളോട് പറഞ്ഞിരിക്കുന്നത്. അതെന്താ? അതെ, ഈ ബാധ അങ്ങോട്ട് കൂടിയിട്ടുണ്ടെന്ന് അമ്മാവൻ സമ്മതിക്കണില്ല. പിന്നെ ആളൊരു പൊതുപ്രവർത്തനൊക്കെയാണ്, ഇതിനോട് വിശ്വാസവും ഇല്ല. അപ്പൊ എന്റെ നേരെ ചേട്ടനാണ് ബാധയെന്നും പറഞ്ഞിട്ടാണ് പുള്ളീനെ ഈ കാര്യത്തിന് സമ്മതിപ്പിച്ചേക്കണം. അപ്പൊ അമ്മാവന്റെ ബാധയാണ് നമുക്ക് ഒഴിപ്പിക്കേണ്ടത്. ആറ്റിങ്ങൽ സംഭവിച്ച പോലെ. അതെ. തിരുമേനി ചെറുതായിട്ടാണ് ഒഴിപ്പിച്ചാൽ മതി. അത് നാം തീരുമാനിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവിടെ തരിക. ഇതെവിടെ വെക്കണ്ടേ? എവിടെങ്കിലും അങ്ങോട്ട് വെക്ക. അനന്താ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതെ അതെ. അപ്പുണ്ണിയുടെ അപ്പുണ്ണി അപ്പുണ്ണി പേടിച്ചെവിടെയോ ഒളിച്ചേക്കാണ്, കാണല്ല നോക്കിയിട്ട്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ആള് വേണ്ടേ? ഇവിടെയൊക്കെ നോക്കിയെന്നേ, ആളെ കാണണ്ടേ? എപ്പോഴാ നോക്കി? ഇപ്പൊ അമ്മാവനെ ഇല എടുക്കാൻ പോയപ്പോ ഞാൻ പോയി നോക്കി. എന്നിട്ടെന്താ ആള് വരുന്നില്ലേ? ഇവിടെ എങ്ങും ഇതെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. കാണാനില്ലേ? അപ്പോ അപ്പുണ്ണിയേട്ടനെ അല്ലല്ലോ, ഉള്ളിലെ ബാധയല്ലേ ഈ കിടന്ന് കളിക്കണത്. ഈ കളവും ബഹളവും ഒക്കെ കണ്ടപ്പോ എന്താ തീരുമാനിക്കേണ്ടത് പറയാ. ഇപ്പോ തിരുമേനി ശരിക്കുള്ള ആൾക്ക് ഇതിന് പറ്റിയില്ല എന്ന് വെക്കുക. അപ്പൊ നമുക്ക് ഈ ബാധ ഒഴിപ്പിക്കണമെങ്കിൽ വേറൊരാളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. വേറൊരാളെ വെച്ച് പറ്റും. തിരുമേനി അല്ല, അച്ഛൻ പറ്റുമോ? ഞാനോ? അച്ഛൻ പറ്റില്ല. ഇല്ല അല്ലേ? എന്നാ പിന്നെ അമ്മ ഒട്ടും പറ്റില്ല. അമ്മയും പറ്റില്ല. അയ്യോ, പിന്നെ ഇപ്പോ സഹോദരങ്ങളാണുള്ളത്. ഇത് മൂത്താള് അനന്തൻ. കേൾക്ക, ഒരേ വയറ്റിൽ നിന്ന് വന്നത് പറ്റില്ല. വയറ്റിലെന്ന്? വയറ്റിലല്ല, രക്തബന്ധം പറ്റില്ലാന്ന്. അനന്തോ, എന്റെ പെങ്ങള് ബാലാമണിയെ ഒന്ന് വിളിച്ചോണ്ട് വന്നാലോ? ബാലാമണിയൊക്കെ ഇനി വേറെ ആരെങ്കിലും പറ്റുമോ തിരുമേനി? നിങ്ങൾ തീരുമാനിക്കുക. എന്നാ തിരുമേനിനെ പറ്റുമോ? അല്ല, തിരുമേനി ഇവിടെ ഇരുന്നാ ഒഴിപ്പിക്കാൻ പറ്റുമോ? മറ്റേ പരികർമ്മിക്ക് തിരുമേനിയെ ദേഷ്യം പിടിപ്പിക്കരുത്. പിന്നെ ഇപ്പൊ ഇവിടെ ഉള്ളവരാരും പറ്റില്ലെങ്കിൽ പിന്നെ ആകെ ഉള്ളത് ഇത് അമ്മാവനാണ്. അമ്മാവൻ പറ്റുമോ? ഞാൻ ഇങ്ങനത്തെ പറ്റും. പറ്റും. അമ്മാവൻ മതിയെന്നാ തിരുമേനി പറഞ്ഞേ. അല്ല, മതിയാവണോണ്ടല്ല. അല്ല, ഇപ്പൊ അമ്മാവനെ ഒഴിപ്പിച്ചാ നമുക്ക് അപ്പുവേട്ടന്റെ ബാധ പൊയ്ക്കോളൂ? പൊയ്ക്കോളും. അത് ഉത്തമമാവോ? തീർച്ചയായിട്ടും. നോക്കട്ടെ. നോക്കിക്കോ. അമ്മാവാ, ഇപ്പൊ അങ്ങനെ പറയണ സ്ഥിതിക്ക് എന്താ ചെയ്യണേ? അല്ല, അത് ദോഷം ചെയ്യും. ആർക്ക്? അല്ല, പാർട്ടിക്ക്. ഇല്ല, പുറത്തൊന്നും അറിയില്ലല്ലോ. റഹീം അറിയാണ്ടൊന്നും നോക്കിയോട്ടാനെന്താ? പിന്നെന്താ, റഹീമൊന്നും അറിയില്ല. പങ്കിയാമെന്നങ്ങോട്ട് ഇരുന്നു. എന്താ ചെയ്യണ്ടത്? പ്രാർത്ഥിക്ക. ഭഗവാനെ, അവിടെ ഇരുന്നല്ല, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അവിടെ ഇരിക്കണല്ലേ? ഇവിടെ ഇരിക്കാം. ഒന്ന് വഴി കേട്ടി. ഫോണൊക്കെ അവിടെ ഇല്ല, അതൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ണടക്കം അവിടെ ഇരുന്നോട്ടെ. ഞാൻ അങ്ങോട്ട് ഇരിക്കാം. ആയിക്കോട്ടെ. അയ്യോ, കുട്ടിയുടെ അതൊന്ന് മാറി കിട്ടിയാ മതി. അതെ അതെ. നിശബ്ദത. അല്ല, ഞാനെന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നീ ഇപ്പോ ഒരു ഉച്ചാടനം, ആവാഹനം, ഒഴിപ്പിക്കല്, അത് തന്നെ. അല്ല, അതൊന്നും എനിക്കറിയില്ല. അത് തിരുമേനി ചെയ്തോളും, നിങ്ങളൊന്നും ചെയ്യണ്ട.
ഓം ഭൂം സ്വാഹ 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 സ്മം സ്വാഹ സും ദാ ഓം ജബ്ദ്രാസ് സ്വാഹ സ്വം സ്വാഹാദം യദാദം പ്രജരസ്വഹ. ഇനി പറ, ആരാണ് നീ? അല്ല ഞാൻ പങ്കിയാമെന്ന് അവരൊക്കെ വിളിക്കല്. ഇനി പറ, ആരാണ് നീ? ഞാൻ പറഞ്ഞല്ലോ പങ്കിയാമെന്ന് വിളിക്കുക. പങ്കജാക്ഷൻ എന്നാണ് ശരിക്കുള്ള പേര്. അതല്ല ചോദിച്ചേ, അതിനുള്ളിൽ ആരാണ്? ഞാനല്ലല്ലോ ശരിക്കും, അപ്പുണ്ണിയല്ലേ? അത് പറഞ്ഞില്ലേ? കളിക്കാതെ തിരുമേനി ചോദിച്ചതിന് മറുപടി കൊടുക്കാം. എന്താ ഈ പറഞ്ഞ അപ്പുണ്ണിയുടെ കാര്യം പറഞ്ഞു കൊടുക്ക്. അറിയാലോ? അറിയാം. എനിക്കറിയാം. പ്രാർത്ഥിക്ക, പറയിപ്പിക്കാൻ എനിക്കറിയാം. ആരാണ്? ഇപ്പൊ പറയിപ്പിക്കാം. അയ്യോ എന്താ ഞാനല്ലല്ലോ. എണീക്കൂ, എണീക്കാൻ. എണീറ്റോ എണീറ്റോ. നിങ്ങൾ പറയണത് പോകാൻ പറഞ്ഞില്ലേ? തിരുമേനി ദേഷ്യം പിടിപ്പിക്കണ്ട. ഒഴിഞ്ഞ് പൊക്കോളാ. ഞാനല്ല, അത് അടിസ്വാമി തിരുമേനി ദേഷ്യം പിടിപ്പിക്കണ്ട. ഇതിലും വലിയ ബാധ ദോഷം മാത്രമല്ല പാർട്ടിയുടെ ദോഷം മാറ്റും. ഒഴിഞ്ഞ പൊക്കോളാം. ഒഴിഞ്ഞു പോയിക്കൊള്ളുക. വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല. വെറുതെ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കണ്ട. തല്ലി കൊല്ലു തിരുമേനി. അയ്യോ, പങ്കേമാ, ഇതെന്താ ഇവിടെ വന്നിരിക്കണ്? ആയുസിന്റെ വലുപ്പം കൊണ്ട് ഇവിടെ ഇരിക്കണത്. എൻ്റെ അനന്ത നീറിയിട്ട് വയ്യാട്ടോയ്ക്ക് പുറം ഇത്തിരി കാറ്റുകൊള്ളാൻ വന്നിരുന്നാ ഞാൻ അവിടെ. എങ്ങനെ അടി കിട്ടിയിട്ട് നല്ല സുഖമുണ്ട്. ഓ ചൂരിലുണ്ട് അങ്ങോട്ട് പട്ടയ്ക്കുമ്പോ നല്ല സുഖല്ലേ നമുക്ക്. എന്താ ചെയ്യണേ? പൊള്ള എനിക്ക് അടി കൊണ്ട് കൊടുത്ത്. ഈ ബാധ പൊഴിഞ്ഞു പോയില്ലെങ്കിൽ ഇപ്പൊ വീണ്ടും മന്ത്രവാദിനെ കൊണ്ടുവരണമെന്ന് അമ്മ പറയണ്. അന്ന് എന്നെ കൊണ്ട് നിർത്തി എന്നെ അങ്ങോട്ട് കൊന്നോ. ബാധ മറ്റുള്ളവർക്കൊക്കെ ഉള്ള ഇതിന് വയ്യായിക്കൊക്കെ എന്നെ വന്ന് തല്ലിക്കോളാൻ പറയും. എന്താ ചെയ്യണല്ലേ? ഓരോ അടി ഇങ്ങനെ കിട്ടുമ്പോഴേ ആ കണ്ണിങ്ങനെ മഞ്ഞളിക്കരുത്. എനിക്കോ? അല്ലാതെ പിന്നെ കണ്ണ് മഞ്ഞളിക്കും. പിക്കറ്റിങ്ങിനും കൂടി പോയിട്ട് പാർട്ടിയുടെ ആവശ്യത്തിന് പോയിട്ട് എനിക്ക് ഇങ്ങനെ തല്ലുകൊണ്ടിട്ടില്ല. അറിയാം നിനക്ക്? ഇനിയിപ്പോ എന്ത് ചെയ്യുമ്പോ കേമാ? ഇനി കുറച്ച് മുളകും മഞ്ഞളും ഇങ്ങനെ എന്റെ പുറത്തങ്ങോട്ട് പെരറ്റ എന്നിട്ട് പൊരിച്ചിട്ട് വിൽക്കാൻ വെച്ചോ. അതാ വന്നല്ലോ രാജകുമാരൻ. അയ്യോ എവിടെയായിരുന്നു അന്നല്ല രാത്രി? രാത്രി അറിയില്ലേ നിനക്ക്? രാത്രി മച്ചന്റെ മോളില്. മച്ചിന്റെ മോളിലോ? എന്ത് മച്ചിന്റെ മുകളിൽ? എവിടെ? ഏത് മച്ചി? മച്ചന്റെ മോളില് അമ്മ എന്നോട് പറഞ്ഞില്ല. ശരി, ബാധ കേറിയിട്ട് മച്ചിന്റെ മുകളിൽ കയറിയിരുന്ന പിന്നെ എന്റെ നടപ്പുറം തല്ലി പൊളിക്കില്ലേ? ഭാര്യ ഒന്നും അറിഞ്ഞിട്ടില്ല അവൻ. ഒന്നിരുന്നേ. എടാ പങ്കിയപ്പണം മുഴുവൻ മാറിയിട്ടില്ല. പങ്കിമാനം തരുന്നു. പങ്കിമാന് സുഖമില്ലാന്ന്. നീ അങ്ങോട്ട് പോ. വൈക്കോലെടുക്കണ്ട. ഈക്കോല് പിന്നെ എടുക്ക. അങ്ങോട്ട് പൊക്കോ. എവിടെ പാടുപോ? അതിന് ശരിക്കും മാറിയിട്ടില്ല. അതിന് അങ്ങോട്ട് പോവാ പുണ്യെ. കൊണ്ടേരുത്ത എവിടെയെങ്കിലും ശരിക്കും ക്ലിയർ ആയിട്ടില്ല ചേട്ടാ. ഇല്ല, മാറിയിട്ടില്ല. അപ്പൊ മച്ചിന്റെ മുകളിൽ കയറിയിരുന്നു എന്തൊക്കെ നോണയാണ് പറയണത്? എനിക്കറിയില്ല. എന്റെ ആനന്ദ നീ ഒന്ന് ആലോചിച്ച് നോക്ക. ബാധ കയറിയ ഈ കിട്ടുന്ന തല്ലൊക്കെ ബാധയ്ക്ക് കിട്ടുക, ആൾക്ക് എനിക്കില്ല. ഇതിപ്പോ എനിക്കൊരു കുഴപ്പമില്ലാത്ത ആൾക്കല്ലേ ഈ തല്ല് കിട്ടണ. അതെ അതെ, സഹിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം പങ്കിയമ്മ. ഏതായാലും വന്നത് വന്നു, കിട്ടിയത് കിട്ടി. ഇനി നമ്മൾ അതേ കുറിച്ച് ഒന്നും ഓർക്കണ്ട. പങ്കാമി അതിന് മറക്കുക, ഞാനും മറക്കുക. അതാ നല്ലത്. മറക്കന്നെ, അല്ലാണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യണം? അതെ.
ഒന്നുകൂടി. നന്നായിട്ട് തുമ്മണ്ടല്ലോ. അച്ഛനിത് എന്തിന്റെ ആവശ്യം ഈ പൊടി അടിക്കേണ്ടത്? ഞാൻ ചെയ്യില്ലേ. നീ ചെയ്തതിൻ്റെ അതാണ്ട് ഇവിടെ എല്ലാം ഈ മുഹറ കാണുന്നത് അല്ലേ? അപ്പൊ ഒന്നും പറയില്ലേ? എന്നാ എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോ അത് വേണ്ട, അത് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കയില്ല. എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയാ. നീ ഒന്നും ചെയ്യത്തുമില്ല, പിന്നെ ഞാൻ ചെയ്യുമ്പോ നീ എന്നെയും കുറ്റം പറയാ. ടർക്കിക്ക് എനിക്ക് സമയമില്ല. അനന്തേട്ടന്റെ ഓഫീസ് വരെ പോണം. പിടിച്ചേ. ആനന്ദേട്ടന്റെ ഓഫീസിലോ? ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യാൻ പോവാ. പോന്നേ. പോവാ. പോ. അച്ഛനെന്താ? ഒന്ന് നിന്നേ. എന്താ? ഇങ്ങോട്ട് വന്നേ. എന്താ ഇങ്ങോട്ട് വാടി. പുറത്തേക്ക് പോകുന്നതൊക്കെ കൊള്ളാം. ഇനി പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് വൃത്തിക്ക് ഒരുങ്ങി നല്ലൊരു ഡ്രസ്സും ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് വേണം പുറത്തേക്ക് പോകാൻ. പിന്നെ ഒരുങ്ങി പോവാൻ ഞാൻ ഓഫീസിൽ കല്യാണത്തിനൊന്നല്ല പോണത്. എടി, നീ എവിടെ പോയാലും ശരി, പെൺപിള്ളേർ നല്ല അണിഞ്ഞൊരുങ്ങി നല്ല വൃത്തിക്ക് പുറത്തേക്ക് പോകുന്നത് കാണാൻ ഒരു ചന്തം. അയ്യേ, എന്തിനാ ഞാൻ ഇങ്ങനെ ഒരുങ്ങി പുറത്തു കൂടി നടക്കണേ? എടി, എനിക്കൊന്ന് കാണാന്. അച്ഛനെ കാണാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരുങ്ങി ഇറങ്ങി. പിന്നെ എനിക്ക് കാണാൻ വേണ്ടിട്ട് അയലത്തെ പെൺപിള്ളേരോട് ഒരുങ്ങി നടക്കാൻ പറയാൻ പറ്റുമോ? എന്റെ അച്ഛ, ഒരു കാര്യം ചെയ്യാം, ഒരു വളയിടാം. വളയെങ്കിൽ വള, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരും തൂക്കിയെടുത്ത് വിൽക്കും. പിന്നെ തൂക്കി വെക്കാൻ 50 കിലോ അല്ലേ അച്ഛൻ മേടിച്ചു വെച്ചേണേ. എന്താ അതിൽ നാരായണ കിളി കൂടുപോലുള്ളൊരു 4 കാലോലപ്പൂര. കുമാരി, ഇതെന്താ ആദ്യമായിട്ട് കാണാം? ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇന്ന് മാത്രമേ ഉള്ളൂ സുന്ദരി? ഒന്നല്ലേ ഒന്നും ആയിരുന്നില്ലേ? എന്നും സുന്ദരിയാണ്, പക്ഷെ ഇന്ന് കുറച്ച് അധികമുണ്ട്. കാതില് ജിമിക്കാണല്ലോ അല്ലേ? നല്ല രസമുണ്ട്. മാലയും വള സ്വർണ്ണാണോ? അച്ഛൻ നിർബന്ധിച്ച് ഇടിച്ചതാ. അച്ഛൻ കുറച്ചിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്റെ കല്യാണത്തിന് ഇടിക്കാൻ. ആണോ? അപ്പൊ കല്യാണം കഴിക്കണ ചെക്കന് വളയൊക്കെ കിട്ടൂല്ലേ? ചെക്കൻ എന്തിനാ വള? പണയം വെക്കാൻ. ഞാനേ അനന്തേട്ടന്റെ ഓഫീസ് വരെ ഒന്ന് പോവാ. ഈ മിക്സിയും കൊണ്ടാ? എന്താ പുണ്യേട്ടാ, മിക്സി ഇവിടുത്തെ അല്ലേ? ഇതെപ്പോഴാ നീ കൊണ്ടുപോയേ? അത് ഞാൻ ഇടയ്ക്ക് വന്ന് എടുത്തോണ്ട് പോയി. എന്തിനാണ് ചേട്ടൻ ഓഫീസിൽ പോണേ? ഈ സർട്ടിഫിക്കറ്റ് കൊറേ ഒപ്പിടിക്കാനുണ്ട്. ഒറ്റയ്ക്കാ പോണേ? എങ്ങനെ പോവും? ബസ്സിൽ കയറി പോവും. എത്ര ദൂരം പോണം? ബസ്സിൽ കയറിയിട്ട് പിന്നെ കുറച്ച് ദൂരം നടക്കും. അപ്പൊ ഒരു കോട്ട എടുത്തുവിടായിരുന്നോ? വെയിൽ കൊണ്ടിട്ട് ഇനി ആ ഭംഗിയൊക്കെ പോയാലോ? പോക്കോ, ഞാൻ നന്ദിരിക്ക് പുല്ലരിയാൻ പോവാ. പോയിട്ട് വരാം. അന്നത്തെ കാലത്തെ അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാലേ നാടകവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ ദിവസത്തെ പരിപാടിയാ. ഞങ്ങള് അടുത്തുള്ള കുട്ടികളെല്ലാരും കൂടിയാണ് നാടകം കാണാൻ പോവാ, എല്ലാ പരിപാടിക്കും. എന്നിട്ട് വീട്ടിൽ നിന്നൊന്ന് സമ്മതം കിട്ടണമെങ്കിലോ 1 മാസം മുമ്പ് ചോദിച്ചു വെക്കണം. അച്ഛൻ്റെ അമ്മയുടെ കാല് പിടിക്കണം. എന്നിട്ട് മോളെ ഉത്സവം വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവും കാണാനായിട്ടേ. അങ്ങനെ ഒരിക്കൽ പോയപ്പോൾ നാടകമാണ്. നാടകം എന്ന് പറഞ്ഞാണ്ടല്ലോ എന്ത് സൂപ്പർ നാടകമായിരുന്നു അറിയോ. അതിലൊരു വില്ലൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്നറിയോ? എന്തായിരുന്നു? നാടകം കണ്ട എല്ലാവർക്കും നായകനേക്കാളും ഇഷ്ടമായത് വില്ലനെയാ. അപ്പൊ നാടകത്തിന്റെ കഥ എന്തായിരുന്നു? നിനക്കിപ്പോ നാടകത്തിന്റെ കഥയാണോ അതോ ഞങ്ങളുടെ കഥയാണോ കേക്കണ്ടേ? അത് നിങ്ങളുടെ കഥ. എന്നാ അത് കേക്ക്. പറ. എന്നിട്ട് നാടകം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും കൂടി സ്റ്റേജിന്റെ പിന്നിൽ പോയി. എന്തിന്? ഈ വില്ലനൊന്ന് കാണാൻ വേണ്ടിട്ട്. അപ്പോ ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുമ്പോണ്ട് വില്ലങ്ങനെ ഇറങ്ങിയായിരുന്നു. കാണണ വരവൊക്കെ മോളെ. ആരായിരുന്ന വില്ലൻ അറിയോ? ആരാ? ബലരാമേട്ടൻ. അച്ഛനോ? അച്ഛൻ വില്ലൻ. പോമേ അവിടുന്ന്. എടി സത്യായിട്ടും. അങ്ങനെ നാടകം കണ്ട് 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 ആ വില്ലൻ പിന്നെ എന്റെ ജീവിതത്തിലെ നായകനായി. എന്നിട്ട് ബാക്കിയാടാ? എന്നിട്ട് ബാക്കി എന്തു പറയാൻ? നിങ്ങളുടെ പ്രേമകഥ. അയ്യടി പ്രേമകഥ കേൾക്കാൻ നിക്കണ്. ആ പാത്രം കഴുകി വെച്ചിട്ടേ അരി അടുപ്പത്തിലാൻ നോക്ക്.
ഇപ്പൊ അങ്ങനെയായി. തുടങ്ങി വെച്ചത് അമ്മ. ഞാൻ ചോദിച്ചപ്പോ അരി കഴുകുക, പാത്രം കഴുകുക. ഞാൻ പിന്നെ പറഞ്ഞു റെഡി ബാക്കി പറഞ്ഞാ മതി. നാളെ നോക്ക്. അതൊക്കെ എന്തൊരു കാലായിരുന്നു മോളെ. എന്താണ് എന്ത് കഥയാ പറയണേ? ഒരു വില്ലനെ നായകനായ കഥ പറയായിരുന്നു. സിനിമ കഥയാ? ഏയ്, ജീവിത കഥ. ഓ, നാടകം കണ്ടിട്ട് ബാക്ക് സ്റ്റേജിൽ വില്ലനെ കാണാൻ പോയത്. അത് കുമാരേച്ചിക്ക് അറിയോ? എന്റെ പൊന്നുമോളെ, ഞാനിത് എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടാ. അമ്മേ, എല്ലാരോടും പറഞ്ഞു നടക്കല്ലേ. ഓടി വിളിക്കോ? അരച്ച നീ ഇത്? അരച്ചരച്ച്. അപ്പൊ കേടായില്ലേ? കേടായില്ല. അയ്യോ മോളെ, നമുക്കൊരു പുതിയ മിക്സി പോയടി. കൊള്ളാട്ടോ മാരി, നല്ല ഭംഗിണ്ട് നിന്നെ കാണാൻ. ഇത് പുതിയ കുപ്പായ? പുതിയതൊന്നല്ല, അവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണ. അച്ഛൻ നിർബന്ധിച്ചിട്ട് ഞാൻ ഇട്ടോണ്ട് വന്നാ. അതെ, എന്നിട്ടിപ്പോ എങ്ങടെ പോണ് ഇതൊക്കെ ഇട്ടിട്ട്? ഞാൻ അനന്തേട്ടന്റെ ഓഫീസർ ഒന്ന് പോവാ. എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് അറ്റസ്റ്റ് ചെയ്യണം. ആ, അതാണ് നീ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടാ. അല്ലമ്മേ, അപ്പൊ ഞാൻ ഇതുവരെ സുന്ദരി അല്ലായിരുന്നോ? എടി, നീ സുന്ദരി തന്നെയാണെന്ന് ഒന്നും കൂടി അങ്ങോട്ട് മിനിങ്ങി. അത് പറയേ. നല്ല ഭംഗിയുണ്ടല്ലോ ഈ കമ്മല്. ഇതൊക്കെ നേരത്തെ വാങ്ങി വെച്ചതാ. ആ, വള കാണിച്ചേ. ഓ, നല്ല ഭംഗിയുണ്ടല്ലോ. പുതിയതാ? പുതിയതാ. ആ ശരി. ഇത് ഒരെണ്ണം ഇട്ടാലേ ഒരു 3 എണ്ണൊക്കെ ഇട്ടതിന്റെ ഒരു പോളിച്ചുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലമ്മേ. ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ, സമയം ഒരുപാടായി. ആ ശരി, പോയിട്ട് വരാടി. ആ എന്നിട്ടുണ്ടല്ലോ വേറൊരു കഥയുണ്ട്, അത് പറഞ്ഞുതരാം നിനക്ക്. അമ്മേ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. ഇനിയിപ്പോ ഈ പാത്രം മുഴുവൻ ഞാൻ കഴുകി വെക്കണ്ടേ? ഇങ്ങനെ ഒരു മടിച്ച്. എടാ, ഇന്ന് തന്നെ അത് ശരിയാക്കി കൊടുത്തില്ല. ആളുകൾ കിടത്തൂല വൈകുന്നേരം ആകുമ്പോ ഫോൺ വിളിച്ചിട്ട്. എത്ര നീ പോയിട്ട് എത്ര മീറ്റർ വേണമെന്ന് അളന്ന് നോക്ക്. റോളൊന്നും വേണ്ട, റോളൊന്നും എന്താ ഷാഹിന്, ഇതൊരു ബിസിനസ് ഡീല് സംസാരിക്കണല്ലേ? പിന്നെ 4 മുഴം കേബിൾ വാങ്ങിക്കുന്നതല്ലേ ബിസിനസ്. ആ, നിനക്കതൊരു ചെറിയ കാര്യമാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഞാൻ പറയുന്ന കേക്ക്. എന്താണ്? അതല്ല, പിന്നെ ഞാൻ ഒന്ന് പറയട്ടെ. പറ. ഞാൻ സംശയിച്ചതും അമ്പിളിക്ക സംശയിച്ചതും കറക്റ്റാ. എന്ത്? അനന്തേട്ടനും കുമാരിയേച്ചിയും ലൈന. എന്ത്? അവര് തമ്മിൽ പ്രേമമാന്ന്. നീ കണ്ട? അനന്തേട്ടനന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞ വളയില്ലേ, അത് വിട്ടിട്ട് കുമാരിയേച്ചി സർവേ ഓഫീസിൽ പോയിട്ട് അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്. ആ വള നീ കണ്ട കയ്യിൽ? ആ, പുതിയ വള. ഈ അനന്തരൻ എന്ത് കള്ളനാണല്ലേ. മാന്യനാണെന്നും പറഞ്ഞ് നടന്നിട്ട് അയൽവക്കത്ത് തന്നെ കൊളുത്തിയതേ. മാന്യന്മാരാന്ന് പറഞ്ഞു നടക്കുന്ന മിക്കവരും കള്ളന്മാരാ. എല്ലാവരും ഒന്നുമില്ല. അതെ, നീ ഇത് മനസ്സിൽ വെച്ചാ മതി. അറിഞ്ഞെന്ന് ആരോടും പറയാൻ വേണ്ട, ഭാവിക്കാൻ വേണ്ട. അതത്രേ ഉള്ളൂ. ഏതുവരെ പോകുന്ന നമുക്ക് നോക്കാം കേട്ടാ. പിന്നെ നീ ഇത് തന്നെ നോക്കി നടക്കണ്ട. കുടുംബത്തെ പണി എന്തെങ്കിലുമൊക്കെ ചെയ്തോ നേരം കിട്ടുമ്പോ. അത് ഞാൻ ചെയ്തോളാം. എന്നാ നീ ചെല്ല്, വേറെ എന്തെങ്കിലും മണത്ത് കണ്ടുപിടിച്ചിട്ട് വാ. ഷാഹിന, ഇത്രയും കാലത്തിന്റെ ഇടക്ക് അനന്തേട്ടൻ ഇങ്ങനെ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പോ നമ്മളായിരിക്കോട്ടെ ഇതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയാണ്, ഉറപ്പാണ്. അതല്ല, ഇത് കുറച്ച് പഴകിയ ബന്ധാന്ന് എനിക്ക് തോന്നുന്നേ. അതെന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ സ്വർണം വാങ്ങിച്ചു കൊടുക്കില്ല. അത് ശരിയാണ്. ഒടുക്കത്തെ ബുദ്ധിയാണ്ട് എനക്ക്. ഇവളുടെ അടുത്ത് അടവൊന്നും നടക്കൂല, ശ്രദ്ധിക്കണം. 24 മണിക്കൂർ അടുക്കളയില. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരുത്തിനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് കാര്യം? ആവശ്യം നേരത്തെ ആരും ഉണ്ടാവില്ല, അടുക്കളയിൽ ഞാൻ തന്നെ. കൊണ്ടുവന്ന പെണ്ണോ അതങ്ങനെ ഒരു മടിച്ചി.
വന്നല്ലോ രാജകുമാരി. ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. വന്നല്ലോ. ആ പണിയുണ്ട് ബാ. അതെ, നമുക്കിന്ന് മുരിങ്ങയിലും പരിപ്പും കൂട്ടാൻ വെക്കാം. നീ ഇതൊന്ന് നന്നാക്കി തായോ. മുരിങ്ങയിലും പരിപ്പോ? എന്തേ? മീനൊന്നുമില്ലേ? അയ്യടാ, മീൻ വാങ്ങിയിട്ട് എന്തിനാ? ഞാൻ തന്നെ നന്നാക്കണ്ടേ? എന്താ ഞാൻ ചെയ്യില്ലേ? ഓ, നീ ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഞാനല്ലേ രാവിലെ പുട്ടിന് തേങ്ങ ചിരണ്ടിയത്? ഒയ്യോ എൻ്റെ അമ്മേ, എന്തൊരു ഉപകാരമായി പോയെന്നറിയോ തേങ്ങ ചിരവിയിട്ട്. വന്നേ, ഇത് ശരിയാക്ക്. ഞാൻ അത്യാവശ്യം സഹായമൊക്കെ ചെയ്യുന്നില്ലേ? എൻ്റെ കുട്ടി എന്നിട്ട് ഇവിടുത്തെ പണി തീരണ്ട. ഇനി 2 കൈയും കൂടി വന്നാൽ പോലും ഇവിടുത്തെ പണി തീരൂല. ആണുങ്ങളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്താ അമ്മേ? വന്നിരുന്ന് തിന്നിട്ടേ ഏമ്പക്കം വിട്ട് എണീറ്റ് പോയാൽ പോരെ കുറ്റം പറഞ്ഞിട്ട്.